നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെ സ്വന്തത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയോ ഭാഗങ്ങളായിട്ടാണുള്ളത്. ഒന്ന് നമ്മുടെ ശരീരം തന്നെ, രണ്ടാമത്തത് നമ്മുടെ മനസ്സാണ്, മൂന്നാമത്തത് നമ്മുടെ ജീവനാണ്, നാലാമത്തത് നമ്മുടെ ആത്മാവാണ്. ഈ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന ഒന്നിനെയാണ് സെൽഫ് എന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തെ മാത്രമായിട്ട് നോക്കിയാലോ, ആത്മാവിനെ മാത്രമായിട്ട് നോക്കിയാലോ, ജീവനെ മാത്രമായിട്ട് നോക്കിയാലോ, മനസ്സിനെ മാത്രമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലോ അതിനൊരു പൂർണ്ണത ലഭിക്കില്ല. ഇതിൽ ഓരോന്നിനെയും വ്യത്യസ്തമായിട്ട് തന്നെ അതിൻ്റേതായ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയത്താണ് പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ശരീരത്തെക്കുറിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയും, കാരണം ശരീരം നമ്മളെപ്പോഴും കാണുന്നതാണ്. മനസ്സിനെ നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അതിനെയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ജീവനെയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ ജീവൻ പോയി എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആത്മാവിനെയും നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മരണസമയത്ത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ജീവൻ മാത്രമല്ല ആത്മാവാണ് എന്നും പറയുന്നത്. പൂർണ്ണമായ മനുഷ്യനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴേ നമ്മളൊരു സമ്പൂർണ്ണനായിട്ട് മാറുകയുള്ളൂ.